ഹായ് മക്കളെ, നാളത്തെ മാത്സ് പരീക്ഷ എഴുതാൻ പോകുന്ന മിക്ക കുട്ടികളുടെയും ഏറ്റവും വലിയ പ്രശ്നം സാർ ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ടൈം മാനേജ്മെൻറ്റ് എനിക്കറിയില്ല. പലപ്പോഴും എന്താണ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രശ്നമുള്ള കുട്ടികളും അതേപോലെ തന്നെ കുറേ കുട്ടികൾക്ക് ഡൗട്ടാണ് സാർ MCQ ആദ്യം ചെയ്യണോ അവസാനം ചെയ്യണോ എന്നുള്ളത്. ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ആൻസറായിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ നാളെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഇപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വന്ന് കാണാം. ഓക്കെ എടാ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പരീക്ഷ എത്രയാണ്? 80 മാർക്സിനാണ് അല്ലേ? 80 മാർക്സിന് നമുക്ക് എത്ര 3 hours എന്താണ് നമ്മളെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കൂട്ടാതെ എന്തുണ്ട് 3 hours ഉണ്ട്. സോ എന്താണ്, ഇതാണ് കേസ്. ആൻഡ് നമുക്കൊരു ലാസ്റ്റ് ഒരു 20 minutes ബഫർ ടൈം നോക്കിക്കഴിഞ്ഞാൽ 80 ക്വസ്റ്റ്യന് നമുക്ക് 160 മാർക്സ് ആണ്. ഓർ വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു മാർക്ക് മീൻസ് 80 ക്വസ്റ്റ്യനിൽ 80 മാർക്കിന് 160 മിനിറ്റ് ആണ്. ആൻഡ് ഒരു മാർക്കിന് എന്താണ് 2 minutes ആണ്. ഇതാണ് ഫണ്ടമെൻ്റൽ റൂൾ. ഒരു മാർക്കിന് 2 minute വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 2 minute വെച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് 1 hour എന്താ പറയുക 160 minutesൽ തീർക്കാൻ പറ്റും. 20 minutes നിങ്ങൾക്ക് ബഫർ ടൈം ഉണ്ടാവും. ഓക്കെ സാർ, ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ എന്താ ഇപ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് കേസ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ടൈം പോകുന്നതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. MCQക്ക് നമുക്ക് 20 മാർക്കാണ്. 20 മാർക്കിൻ്റെ MCQ നിങ്ങൾക്ക് 20 മിനിറ്റ് തീർക്കാൻ പറ്റും. അത് ഞാൻ നെക്സ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ബാക്കിയുള്ള ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് നിങ്ങൾ എന്താണ് 10 മാർക്കാണെങ്കിൽ നിങ്ങൾ മാക്സിമം എടുക്കാൻ പാടുള്ളത് 20 മിനിറ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കണം, മാക്സിമം 20 മിനിറ്റ് ആയിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കഴിയുമ്പോൾ ഒന്ന് ടൈമിൽ നോക്കി. ഇന്ന് ഞാൻ ലൈവൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ല, ഓരോ സമയത്ത് ടൈം നോക്കി ഒന്ന് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അതേ മോഡ് തന്നെ ആയിരിക്കണം. അതായത് ഐഡിയലി നിങ്ങൾക്ക് ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 10-12 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ മാക്സിമം 20 ആണ്. 12 മിനിറ്റ് ആണെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, വല്ലാതെ സ്ലോ ഡൗൺ ചെയ്യരുത്. പക്ഷേ ഹറി നിങ്ങൾക്ക് ഒഴിവാക്കാനും പറ്റും. ഓക്കെ, അടുത്ത 18 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു 40 മിനിറ്റ്സോളം നിങ്ങൾക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 40 മിനിറ്റ്സ് ഉപയോഗിക്കാം. ആൻഡ് കേസ് സ്റ്റഡീൻ്റെ കേസിൽ ഒരു 25. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് എന്താണ് 60, 100, 125 മിനിറ്റ് 2 മണിക്കൂറായിട്ടുള്ളൂ. പക്ഷേ MCQ ഒക്കെ ഒരു ഇതും കൂടി കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കൊണ്ട് ഓൾമോസ്റ്റ് എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ തീരും. എങ്ങനെ നോക്കണം നിങ്ങൾക്ക് സമയം. ഇതാണ് ഫണ്ടമെൻ്റൽ ലോജിക്ക്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾ നോക്കേ വേണ്ട. അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ സമയം നോക്കണ്ട. പക്ഷേ സെക്ഷൻ B കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 20 മിനിറ്റ് ആണോ നോക്കണം. അതിനു മുമ്പ് എന്ത് ചെയ്യണം, നമുക്ക് MCQ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. എടാ, MCQയുടെ കേസിൽ നിങ്ങൾ നോക്കണം, നിങ്ങൾ 20 MCQയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 5 MCQ എങ്കിലും എന്തുണ്ടാവും, ലെസ് ദാൻ 30 സെക്കൻഡിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാവും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ള ചോദ്യം ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഗ്രാഫ് വന്നിട്ട് എത്ര സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള ചോദ്യം ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഓരോ ടേമും 3 വെച്ച് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ മീൻ. അങ്ങനെയുള്ള ചില തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 30 ക്വസ്റ്റ്യൻ വായിക്കാൻ മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയം നിങ്ങൾക്ക് വേണ്ടി വരുള്ളൂ. പിന്നെ എന്തായിരിക്കും, പിന്നെ ഒരു 10 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തരാൻ പറ്റുന്ന, ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈനിന് എന്താണ് 3:1 റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് അല്ലെ മീന് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് അല്ലെ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്താ ഡയറക്റ്റ് അല്ലെങ്കിൽ സമ്മിൻ്റെ ഇക്വേഷൻ തന്നിട്ട് എന്താ പറയുക 5th ടേം കണ്ടുപിടിക്കുക. അതൊക്കെ എന്താണ് ചെയ്ത് നോക്കണം. ബട്ട് യു വിൽ ബി ഏബിൾ ടു ഫിനിഷ് ഇറ്റ് ഇൻ ബൈ 10 minutes. ഇങ്ങനെ രണ്ടുണ്ടാവും. പിന്നെ ഒരു 5 ക്വസ്റ്റ്യൻ അത്യാവശ്യം സമയം എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ആദ്യം ഏത് ചെയ്യണോ അല്ലെങ്കിൽ അവസാനം ചെയ്യണോ MCQ എന്ന് ചോദിച്ചാൽ ഞാൻ ഇത് രണ്ടും അല്ല പറയാം. അത് ആദ്യം ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർ എന്താ വെച്ചാൽ ലാസ്റ്റ് സമയം കിട്ടിയാൽ ഒറ്റയടിക്ക് 20 മാർക്ക് പോകുന്നുള്ളതാണ് എളുപ്പം കിട്ടുന്നതെന്ന് പറയും. അതേ സ്ഥാനത്ത് അവസാനത്തെ വെക്കുന്ന ആൾക്കാർ ആദ്യം ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് സമയം പോയിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയാം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കേണ്ടത് കൂൾ ഓഫ് ടൈമിലാണ്. നിങ്ങൾ ആദ്യവുമല്ല ചെയ്യാൻ പോകുന്നത്, അവസാനമല്ല ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ ചെയ്യും. എന്നിട്ട് ഇത് മാത്രം എന്ത് ചെയ്യും, ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സമയം ലാഭിക്കാൻ പറ്റും. ഇതെങ്ങനെ സാറേ മനസ്സിലാവും? മക്കളെ, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. കൂൾ ഓഫ് ടൈമിന് ചില സ്കൂളുകളിൽ ചില സെൻറ്റേഴ്സിലൊക്കെ പെൻ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുന്നതിനൊക്കെ പ്രശ്നമില്ലാത്തതുണ്ട്. മാർക്ക് ചെയ്യാൻ സമ്മതിക്കാത്ത സ്കൂളുകൾ നിങ്ങൾ മനസ്സ് ചെയ്യേണ്ടി വരും. കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചോദ്യവും വായിച്ച് നോക്കുമ്പം MCQയുടെ കേസിൽ സ്പെഷ്യലായിട്ടും ഈ 5 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ഉത്തരം എന്താണെന്നും നിങ്ങൾ എന്ത് ചെയ്യണം,
ആലോചിച്ച് വെക്കണം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. രണ്ടാമത്തെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കേണ്ട ഒരു ആവശ്യം വരരുത്. ഒന്നാമത്തത്. പിന്നെ ഈ 10 ചോദ്യങ്ങൾ, ഈ 10 ചോദ്യങ്ങൾ ഓരോ ചോദ്യം വരുമ്പോൾ ഇതിൽ പെടുമോ, എനിക്ക് ഉത്തരം ചെയ്യാനറിയാം, ഉത്തരം ചെയ്ത 1 മിനിറ്റിനുള്ളിൽ കിട്ടും എന്നുള്ളത് അത് നോട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ 2 മിനിറ്റ് ഇത് കുറേ ചെയ്യേണ്ടി വരും എന്നുള്ളത് നോട്ട് ചെയ്യാം. ഇനി നാലാമത്തെ വേണമെങ്കിൽ ഒരു ടൈപ്പും കൂടെ കൊടുക്കാം, എനിക്കറിയാത്ത ചോദ്യങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളെ മനസ്സിൽ ചെയ്യണം ഓരോ ക്വസ്റ്റ്യനും. ക്വസ്റ്റ്യൻ നമ്പർ 1 എനിക്കെന്താണ് ഉത്തരം തന്നെ അറിയാം, ഓപ്ഷൻ ബി ആണ്. കാരണം 30 സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2 എനിക്കറിയാം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തീരും. ക്വസ്റ്റ്യൻ നമ്പർ 3 എനിക്കറിയാം, പക്ഷെ എന്താണ് എനിക്ക് അറിയാം, പക്ഷെ എന്തില്ല കുറേ സമയം എടുക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമ്മൾ റൗണ്ട് ഇടാം. ഇതിന് നമ്മൾ ടിക്ക് ക്വസ്റ്റ്യൻ്റെ മേലെ തന്നെ ഇട്ടോ കേട്ടോ, ടിക്ക് ക്വസ്റ്റ്യൻ്റെ മേലെ തന്നെ ഇട്ടോ. ഓക്കെ, ഇവിടെ ബി ഇങ്ങനെ ഇട്ടോ. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ എനിക്കത് അറിയില്ല, ഞാൻ ആ പാഠം പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കത് ആലോചിക്കാനേ പറ്റുന്നില്ല. 4 ടൈപ്പിലുണ്ടാവും. ഇതൊന്നെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഇത് ചെയ്യണം. എന്നിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് പരീക്ഷ തുടങ്ങാൻ 10:30 ബെല്ലടിക്കുമ്പോൾ മുതൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ചോദ്യവും, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓർഡർ ഒരിക്കലും ഇമ്പോർട്ടൻ്റ് എങ്കിലും MCQയുടെ കേസിൽ ഏറ്റവും ബെസ്റ്റ് 20 എണ്ണത്തിൻ്റെയും ഓപ്ഷൻസ് നിങ്ങൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓർഡർ. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. 1 ഇപ്പം നിങ്ങൾ ഒരു ആൻസർ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ 1, 2 എല്ലാ ചോദ്യവും നിങ്ങൾ എഴുതണം, അപ് ടു എന്താണ് 20 വരെ എഴുതണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ തന്നെ ബി ചെയ്യുന്നു. ഇനിയോ ഇത് നിങ്ങൾ ഇത് മാർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ട്. ബി ഓപ്ഷൻ മാത്രം മാർക്ക് ചെയ്യും കിട്ടും. ചില സ്കൂളൊക്കെ പറയും നിങ്ങൾ എന്താ ഓപ്ഷൻ കൂടെ എഴുതുന്നുണ്ട് എഴുതിക്കോ, ഇല്ലെങ്കിൽ എഴുതിയിട്ടില്ലേ കുഴപ്പമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതെനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, ചെയ്ത് നോക്കുന്നു, നമുക്ക് ആൻസർ ഓപ്ഷൻ സി കിട്ടി. 3ാമത്തെ ക്വസ്റ്റ്യൻ എനിക്കറിയില്ല, ഞാൻ അവിടെ വിടുന്നു. 3ാമത്തെ ക്വസ്റ്റ്യൻ എനിക്കറിയില്ല എന്നല്ല, സമയം എടുക്കും, ഞാൻ ഇപ്പം ചെയ്യുന്നില്ല, അതവിടെ വിടുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ എനിക്കറിയില്ല, ഗസ് വർക്ക് നടത്താം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി നിങ്ങൾക്ക് അത് കാണാൻ സമയമുണ്ട്, നിങ്ങൾ കണ്ടോ. ഇതിലെന്ത് ഹൗ ടു ഗസ് MCQ കറക്റ്റ്ലി എജുപോർട്ട് നോക്കിയാൽ മതി. ഇതിലൊരു ആദ്യത്തെ വീഡിയോയിൽ പെടുന്ന അതെന്ത് ഏതെങ്കിലുമൊക്കെ ആൻസർ ചെയ്യാം, നമുക്ക് എന്തായാലും അറിയില്ലല്ലോ, പിന്നെ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഒരു ബിയോ എയോ ഏതെങ്കിലും ആൻസർ ഇങ്ങനെ എന്ത് ചെയ്യണം, 20 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്താണ് പഠിച്ചു കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ ഇതിൽ 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. മാക്സിമം 5 എണ്ണമായിരിക്കും നിങ്ങൾ ഇതുപോലെ വിട്ടിട്ടുണ്ടാവുക. ആൻഡ് ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എടുക്കുന്ന സമയം ഒരു 10 മിനിറ്റ് ആയിരിക്കും. കാരണം എന്താ, ഇത് വേഗം തീരും, ഇത് ലെസ് ദാൻ 1 മിനിറ്റിലും തീർക്കും. എങ്ങനെ നോക്കാം 10. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 15 മാർക്ക് സ്കോർ ചെയ്തു. അതായത് ഒറ്റയടിക്ക് നമുക്ക് 20 മിനിറ്റിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. അപ്പം ഈ മോഡലായിരിക്കണം MCQs നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യത്തെ ചെയ്യണമെന്ന് മുഴുവൻ തീരുമാനിക്കേണ്ട, അവസാനം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട, 1 മിനിറ്റിനുള്ളിൽ ചെയ്യാവുന്നതും അറിയാത്ത ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ തന്നെ ചെയ്തു വെച്ചിട്ട് 2 മിനിറ്റിൻ്റെ മാത്രം ബാക്കിയേക്കാം. MCQൻ്റെ കാര്യത്തിൽ റെഡി ആണല്ലോ. ഇനി മറ്റേ ക്വസ്റ്റ്യൻ, സാർ എനിക്കറിയാം ഒരു ക്വസ്റ്റ്യൻ എന്താണ് 1 മിനിറ്റിൽ 2 മാർക്ക് അല്ല 1 മാർക്കിന് 2 മിനിറ്റ് എടുത്ത് ചെയ്യാം, പക്ഷേ എൻ്റെ എന്താ പലപ്പോഴും ഞാൻ സ്റ്റക്ക് ആവും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ്. അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങളും കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ് എന്നാണ് പല കുട്ടികളും ചെയ്യുന്നത്. എസ്പെഷ്യലി പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യന്, അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ചില ടഫുള്ള ക്വസ്റ്റ്യനൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അങ്ങ് ചെയ്തു തുടങ്ങും. പക്ഷെ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒരു ക്വസ്റ്റ്യൻ കാണുമോ, യെസ്, ഇതെന്ത് ചെയ്യണം, ആദ്യം നമ്മൾ നമ്പർ ഓഫ് ടേംസ് കാണണം, എന്നിട്ട് എന്താണ് നമുക്ക് ആ nth ടേം കാണണം, എന്നിട്ട് നമ്മൾ സമ്മ് കാണണം. ഈ സ്റ്റെപ്പ് എന്തായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ വേണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രൂവ് ദാറ്റ് S10 ഈസ് ഈക്വൽ ടു 3 × S8 - S3. ഇതാണോ എന്ന് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക, വെറുതെ അങ്ങ് തുടങ്ങരുത്. ആദ്യം S10 ഒരു സ്ഥലത്ത് കണ്ടുപിടിക്കണം, പിന്നെ S8 കണ്ടുപിടിക്കണം, പിന്നെ S3 കണ്ടുപിടിക്കണം, പിന്നെ S8 - S3 കാണണം, എന്നിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ S10 എന്ന് കിട്ടാൻ നോക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പ്രൂവ് ദാറ്റിൻ്റെ ക്വസ്റ്റ്യനും മിക്ക പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ പാത്ത് മനസ്സിൽ ഇതിങ്ങനെ കോസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഇതെങ്ങനെയാട്ടോ ഇങ്ങനെയാട്ടോ അവിടെ അവസാനം എത്തും. ആ ലോജിക്ക് മനസ്സിലെത്തിയിട്ട് അതിനൊരു 10 സെക്കൻഡ് 15 സെക്കൻഡ് നിങ്ങൾ സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾ നടുക്ക് സ്റ്റക്ക് ആവുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒഴിവാക്കാൻ പറ്റും. അതായത് എല്ലാ ചോദ്യവും ഈ അപ്രോച്ചിൽ ചെയ്യും. എങ്ങനെയാണ് ഫൈനൽ ആൻസറിലേക്ക് എത്തേണ്ടത്, എൻഡ് ഇൻ മൈൻഡ് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ സാർ അങ്ങനെ അറിയാത്ത ക്വസ്റ്റ്യനോ, അതെന്ത് ചെയ്യുക, നിങ്ങൾ 2ാമത്തെ റൗണ്ടിലേക്ക്, സെക്കൻഡ് റൗണ്ടിലേക്ക് വെക്കുകയെ ചെയ്യുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ട്രിഗണോമെട്രിയിലെ പ്രൂവ് ദാറ്റാ, എനിക്കെന്തില്ല, എനിക്കൊന്നും കത്തുന്നില്ല, എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവിടെ വെക്കുക, ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഒന്നാമത്തെ. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ ഒരു രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ 100-1 ഇമ്പോർട്ടൻസ് പോലും എന്തില്ല നിങ്ങളുടെ ഓർഡറിനില്ല. ഓർഡറിൽ എഴുതിയാൽ ഒരു ഇംപ്രഷൻ കിട്ടുന്നുള്ള കറക്റ്റാണ്. പക്ഷെ ആ ഇംപ്രഷൻ എത്ര കിട്ടിയാലും നിങ്ങൾ ഉത്തരം തെറ്റിച്ച് ടെൻഷൻ അടിച്ച് മാർക്ക് കുറക്കുന്നതിൽ നിന്നും കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടില്ല. കുറച്ച് വേഗം ചെയ്തു പോകാനുള്ള സാധനം ഉണ്ടാവും. തെറ്റിയ ഉത്തരത്തിന് ഓർഡറിൽ എഴുതിയതുകൊണ്ട് മാർക്ക് കൂടാനോ ഓർഡർ എഴുതാത്തത് കൊണ്ട് ശരിയാക്കിയ ക്വസ്റ്റ്യന് മാർക്ക് കുറക്കുക അവർ ചെയ്യൂല.
ഓക്കെ, അപ്പോൾ എന്താണ് ഓർഡർ ഡസ് നോട്ട് മാറ്റർ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യം എഴുതി രണ്ടാമത്തെ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ ഇങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ല. അപ്പം ഞാൻ എപ്പോഴും പറയാന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ്, അതായത് ഒന്നാമത്തെ ചെയ്യുന്നു, രണ്ടാമത്തെ സ്കിപ്പ് ചെയ്തു, മൂന്നാമത്തെ ചെയ്തു, നാലാമത്തെ, അങ്ങനെ ഏറ്റവും അവസാനം എന്താണ് ലാസ്റ്റ് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ള നിങ്ങൾക്ക് ലാസ്റ്റ് 38ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണ്ടു, പിന്നെ നിങ്ങൾ രണ്ടാമത്തേലേക്ക് വരണ്ടോ, പിന്നെ ഈ രണ്ടാമത്തേൽ വരണം. അതൊരു സ്റ്റാൻഡേർഡ് സാധനമാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം, ഓർഡർ നിങ്ങൾക്ക് നോക്കാം. ഞാൻ ഏറ്റവും അവസാനമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൂൾ ഓഫ് ടൈമിൻ്റെ സമയം ഉണ്ടല്ലോ, കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്ത് ഓർ ക്വസ്റ്റ്യനുള്ള ചോദ്യങ്ങളില്ലേ, അതിലേതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് കറക്റ്റ് നിങ്ങൾ നോക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഓർ ക്വസ്റ്റ്യൻ്റെ കേസിൽ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അതായത് ചില സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കുറേ പകുതിയത്ത് നമുക്ക് തോന്നും, ഒരു ഓർ എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് മറ്റേതാണാവോ നല്ലത് എന്നുള്ളത്. അപ്പോൾ ഇത് മൊത്തം വെട്ടിയിട്ട് മറ്റേ തുടങ്ങും, പിന്നെ ഇത് തന്നെയാണോ. അപ്പോൾ ആ സാധനം ഇല്ലാതിരിക്കുക, ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കുക. ഓറല്ലാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവുള്ളൂ, ഒന്ന് ഇത് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ എന്നുള്ള. അപ്പം അതും കൂൾ ഓഫ് ടൈം തീരുമാനിക്കണം, ഓർ ക്വസ്റ്റ്യനിൽ ഏതാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞ ഈ എൻഡ് ഇൻ മൈൻഡ് ഉണ്ടല്ലോ, കൂൾ ഓഫ് ടൈമിൽ സ്റ്റിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത്. ഓക്കെ അല്ലേടാ, ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ടൈം മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് പോവില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. പറഞ്ഞതൊന്നും കൂടെ പറയാണ്, നിങ്ങൾ MCQs ആദ്യവും അവസാനവും അല്ല ചെയ്യേണ്ടത്, അറിയുന്നതൊക്കെ ആദ്യം ചെയ്തിട്ട് 1 മിനിറ്റിനുള്ളിൽ തീർക്കുന്നതൊക്കെ ആദ്യം ചെയ്തിട്ട് പിന്നെ MCQ ലാസ്റ്റ് വരാം. ഓക്കെ, പിന്നെ MCQയുടെ കേസിൽ 2 കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒന്നാമത്തെ കേസ് നിങ്ങൾ ആദ്യം A എഴുതി അത് വെട്ടി B എന്നാക്കുന്നതിനൊന്നും എന്തില്ല, കുഴപ്പമൊന്നുമില്ല, മാർക്ക് പോകുന്നില്ല. പിന്നെ അടുത്ത കേസ് MCQയുടെ കേസിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്ത്, സ്റ്റെപ്സിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത്. അപ്പം ഇതാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു റഫ് വർക്ക് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MCQൻ്റെ റഫ് വർക്കുകൾ ഇവിടെ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്നാമത്തത് A, രണ്ടാമത്തെ B എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടുക. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് നോട്ട് ചെയ്യുന്നത്. അതാണ് MCQയുടെ കേസിൽ ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത് പറയാനുള്ളത് എൻഡ് ഇൻ മൈൻഡ്, നടുക്ക് സ്റ്റെക്കായി പോരുത്. മൂന്നാമത് ഓർഡർ ഡസ് നോട്ട് മാറ്റർ. നാലാമത്തെ ഓർ ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് ഫണ്ടമെൻ്റൽ റൂൾ എന്താണ്, 1 മാർക്കിന് 2 മിനിറ്റ്. ഓക്കെ അല്ലേടാ, റെഡി അല്ലേ? നാളെ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്, ഓൾ ദ ബെസ്റ്റ്, ബൈ.